എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് LED ബൾബ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന 9 വാട്ടിൻ്റെ LED ബൾബുകൾ. അപ്പോൾ പലർക്കും ഒരു ധാരണയുണ്ട് LED ബൾബൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറേ എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രത്യേകിച്ച് എക്യുപ്മെൻറ്റ്സ് ഒന്നും അത്ര ആവശ്യമില്ല, എന്നാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് പഞ്ചിങ് മെഷീൻ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതേപോലെ തന്നെ പ്രസ്സിങ് മെഷീൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ പഞ്ചിങ് മെഷീനും പ്രസ്സിങ് മെഷീനും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, LED ബൾബ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണ് LED ബൾബ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗങ്ങളും, ഇത് എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുക, ഇത്തരം കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LED ബൾബുകളാണ് നമ്മളെല്ലാവരും ഇപ്പോൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. മുന്നൊക്കെ നമ്മൾ ഗ്ലാസ് ബൾബ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് ബൾബ് ആകുമ്പോൾ നമുക്കറിയാം 40 വാട്ട് 60 വാട്ട് അങ്ങനെ ഉയർന്ന വാട്ടേജിലാണ് ഉണ്ടാവുക. പക്ഷേ അവയിൽ നിന്നുള്ള പ്രകാശം താരതമ്യേന കുറവായിരുന്നു. അതേസമയം നമ്മൾ LED ബൾബൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഒരു 9 വാട്ടിൻ്റെ LED ബൾബൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100 വാട്ടിൻ്റെ പഴയ ഗ്ലാസ് ബൾബിനേക്കാളും ലൈറ്റ് ഉണ്ടാവും. അതാണ് LED ബൾബിൻ്റെ ഏറ്റവും വലിയ ഗുണം, കറണ്ട് നമുക്ക് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ബോഡി. അപ്പോൾ ഈ ബോഡി തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ നോക്കും, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിയറിയാം ഒരു അലുമിനിയത്തിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഈ അലുമിനിയത്തിൻ്റെ കോട്ടിംഗ് ഉണ്ടാകുമ്പോൾ LED പാനൽ ചൂടാവാതെ നമുക്ക് സേഫ് ആക്കാൻ പറ്റും. ആ ചൂട് LED പാനലിൽ നിന്ന് വരുന്ന ചൂട് എന്ത് ചെയ്യും, ഇതിലേക്ക് കൂടി വ്യാപിക്കുമ്പോൾ ആ ചൂട് കുറയും. അപ്പോൾ ഇതേപോലെയുള്ള ബോഡി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബൾബിൻ്റെ ലൈഫ് കുറച്ചും കൂടി കൂടുതൽ കിട്ടും എന്നുള്ള ഒരു ഗുണമുണ്ട്. ഓക്കെ, ഇതാണ് ഡ്രൈവർ ബോർഡ്. ഒരു LED ബൾബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈവർ ബോർഡാണ് നമ്മൾ കൊടുക്കുന്ന ലൈൻ വോൾട്ടേജിന് ആവശ്യമായിട്ടുള്ള അളവിലുള്ള DC വോൾട്ടാക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഈ ഡ്രൈവർ ബോർഡിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് സാധാരണ അവസ്ഥയിൽ ഈ LED ബൾബിൻ്റെ ഒക്കെ വില വരുന്നത്. നോക്കൂ, ഇതിന് നമ്മൾ DOB ടൈപ്പ് ബോർഡ് എന്നാണ് പറയുക. അതായത് ഡ്രൈവറും ഉണ്ട് LED പാനലും കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് മൊത്തം വില വരുന്നതാകെ 10 രൂപയിൽ താഴേക്കേ വരത്തുള്ളൂ. ഏത് 9 വാട്ടിൻ്റെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഈ LED പാനലും അതേമാതിരി ഡ്രൈവറും കൂടിയുള്ള DOB ടൈപ്പ് ബോർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാലും ലൈറ്റ് താരതമ്യേന കുറവാകും. ഇപ്പോൾ ചില ബോർഡിലൊക്കെ ലൈറ്റ് കൂടുതലുള്ളത് വരുന്നുണ്ട്, പക്ഷേ അവയുടെ ലൈഫ് വളരെ കുറവായിരിക്കുന്നതാണ്. ഇത്തരം പാനൽ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ DOB ടൈപ്പ് ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള LED ബൾബുകൾ കുറച്ച് കാലം ഉപയോഗിക്കുമ്പോൾ ഒരു ഫ്ലിക്കറിങ് വരും, ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഇതാണ് ഈ DOB ടൈപ്പിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. പക്ഷേ ഈ DOB ടൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള LED ബൾബുകൾ നമുക്ക് 20 രൂപ 30 രൂപയ്ക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന 9 വാട്ടിൻ്റെ LED പാനൽ. അപ്പോൾ ഈ ഡ്രൈവർ ബോർഡിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന LED പാനലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈവറും LEDയും സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇത് LED പാനൽ ഫിക്സ് ചെയ്യാനുള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ്. അപ്പോൾ ഇതിൽ ചൂട് ഈ പാനലിൽ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് LED പാനലിൽ ചൂടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചൂട് വ്യാപിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് LED പാനലിൽ ചൂട് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് അതിൻ്റെ ഡിഫ്യൂസർ, നമുക്കറിയുന്നുണ്ടാവും ബൾബിൻ്റെ ഡിഫ്യൂസറാണിത്. ഇനി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് B22 ക്യാപ്പാണ്. ഇതാണ് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ബൾബിൽ ഉപയോഗിക്കുന്ന B22 ക്യാപ്പ്. ഈ മെറ്റീരിയൽസിന് പുറമെ നമുക്ക് ബൾബ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. പ്രധാനമായിട്ടും ആവശ്യമുള്ളത് ഇതാണ്, ഇത് സിലിക്കൺ പേസ്റ്റ് എന്ന് പറയും. ഈ LEDയുടെ പാനലും അതേമാതിരി ഈ ഹീറ്റ് സിങ്കും കൂടി നമുക്ക് ഇത് സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ഇതിനിടയ്ക്കാണ് നമ്മൾ ഈ പേസ്റ്റ് തേക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലവണ്ണം ഒട്ടി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ LED ബൾബിൽ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ പഞ്ചിങ് മെഷീനോ പ്രസ്സിങ് മെഷീനൊന്നും ഉപയോഗിക്കില്ല എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ B22 ക്യാപ്പ് ഈ ബോഡിയിൽ ഉറപ്പിക്കണമെന്ന് വെച്ചാലും, ഇത് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ഈ ഒരു ഗം ഒഴിക്കുകയാണ്. ഇത് 743 എന്ന് പറയുന്ന ഒരു ഗമ്മാണ്. ഇത് നമ്മൾ സാധാരണ ഈ ഫ്ലെക്സൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിനൊരു ബോട്ടിൽ 40 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗമ്മാണ് നമ്മളിവിടെ ഈ പഞ്ചിങ് മെഷീന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് നോക്കൂ, ഇതാണ് നമ്മുടെ ബൾബിൻ്റെ പാക്കിംഗ് ബോക്സ്. ഓക്കെ,
ഇതാണ് നമ്മുടെ പഞ്ചിങ് മെഷീൻ. അപ്പോൾ ഞാനിവിടെ ഈ പഞ്ചിങ് മെഷീൻ ഉപയോഗിക്കുന്നില്ല. പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പഞ്ചിങ് മെഷീൻ നമുക്ക് വാങ്ങണമെങ്കിൽ ഒരു 1500 രൂപയൊക്കെ ചിലവ് വരും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ബൾബുകളിൽ പഞ്ചിങ് മെഷീൻ ഉപയോഗിക്കാതെ നമുക്ക് ഈ ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പ്രസ്സിങ് മെഷീൻ ഉണ്ട്. അതായത് ഈ ബോഡിയിലേക്ക് നമ്മൾ ഈ ഹീറ്റ് സിങ്ക് പ്രസ് ചെയ്ത് വെക്കാനുള്ളതാണ്. അതിന് നമ്മൾ പ്രസ്സിങ് മെഷീൻ ഉപയോഗിക്കാറുണ്ട്. പ്രസ്സിങ് മെഷീൻ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലൊക്കെ ഉണ്ട്. 3500, 5000 രൂപ ആ റേഞ്ചിലൊക്കെയാണ് ഈ പ്രസ്സിങ് മെഷീൻ്റെ വില വരുന്നത്. അതിന് പകരം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചിങ് മെഷീനും അതേപോലെ തന്നെ ഈ പ്രസ്സിങ് മെഷീനാണ് എക്യുപ്മെൻ്റ് എന്ന രീതിയിൽ നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഈ രണ്ട് എക്യുപ്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ബൾബ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബൾബ് ഉണ്ടാക്കുക എന്നുള്ളതിന് വിശദമായിട്ട് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഈ ഹീറ്റ് സിങ്കിൻ്റെ മുകളിൽ ഈ LED പാനൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് അല്ലെങ്കിൽ സിലിക്കൺ പേസ്റ്റ് എന്നൊക്കെ പറയും. ഇത് നമ്മൾ ഇതിൽ ജസ്റ്റ് നോക്കണം. ഇനി നമ്മളിതിൽ കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ LED പാനൽ ഹീറ്റ് സിങ്ക് നല്ലവണ്ണം ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡ്രൈവർ ബോർഡ് ഈ ബോഡിയിലേക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ട് എഡ്ജാണ് നമ്മൾ ഇത് കൂടെ പുറത്തേക്ക് എടുക്കേണ്ടത്. അതായത് നമ്മൾ ലൈന് കൊടുക്കേണ്ട ഭാഗം ഇതാണ്. ഇവിടെ രണ്ട് വയർ കാണാം, ചുവപ്പും കറുപ്പും. ഇത് നമ്മൾ LED പാനലിലേക്കുള്ള വയറാണ്, DC വയറാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട് റെസിസ്റ്റർ വഴിയുള്ള ഈ രണ്ട് ലീഡാണ് നമ്മൾ ഇത് കൂടെ പുറത്തേക്ക് എടുക്കേണ്ടത്. പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ചെറിയൊരു ട്രാക്ക് മാതിരി കാണാം. അപ്പൊ അത് ഇവിടെ കുറച്ചുകൊണ്ട് ഇവിടെ കൂടുതൽ ഭാഗം ഉണ്ടാവും. അപ്പൊ ഈ ഭാഗത്തേക്ക് ഇതിന്റെ ഈ ട്രാക്കഡ് സൈഡ് വരുന്ന രീതിയിൽ നമ്മൾ വെക്കണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ബോർഡ് ഫിക്സ് ചെയ്യേണ്ടത്. ബോർഡ് കറക്റ്റായിട്ട് ഇതിൽ ഇരിക്കും. ഇനി നമ്മൾ ഇതിൽ ഈ ക്യാപ്പ് നമ്മൾ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു രണ്ട് എഡ്ജ് സോൾഡർ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഈ എഡ്ജ് ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ക്യാപ്പ് ഫിക്സിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് വയർ നമ്മൾ ഇതിന്റെ ഈ ഹോളിൽ കൂടെ പുറമേക്ക് എടുക്കുക. ഓക്കെ, ഇനി ഈ രണ്ട് വയർ ഇവിടെ സോൾഡർ ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു ഭാഗത്ത് പ്ലസ് ഉണ്ടാവും, മൈനസ് ഉണ്ടാവും. അപ്പൊ ഈ ചുവന്ന വയർ നമ്മൾ പ്ലസ്സിലാണ് സോൾഡർ ചെയ്യേണ്ടത്, ബ്ലാക്ക് വയർ നമ്മൾ നെഗറ്റീവിലും സോൾഡർ ചെയ്യാം. ഇനി നമ്മൾ ബ്ലാക്ക് വയർ ഇവിടെ ഈ നെഗറ്റീവിലും സോൾഡർ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഹീറ്റ് സിങ്കിൻ്റെ ഈ ഒരു ഭാഗം ഇതിലൊന്ന് പ്രസ് ചെയ്യണം. കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിനാണ് സാധാരണ പ്രസ്സിങ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രസ്സിങ് മെഷീൻ യൂസ് ചെയ്യുന്നില്ല, ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് അമർത്തണം. ഇപ്പോൾ നോക്കൂ, കണ്ടോ, നന്നായിട്ടിത് അമർന്നിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്താൽ മതി. അല്ലാതെ പ്രസ്സിങ് മെഷീനും ശരിക്കും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഗമ്മിട്ട് കൊടുക്കാം. ഈ ക്യാപ്പിൽ പഞ്ച് മെഷീന് പകരം നമുക്ക് ഇവിടെ കുറച്ച് ഗമ്മിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗമ്മാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 743 എന്ന് പറയുന്ന ഗമ്മാണ്. ജസ്റ്റ് ഈ ഗമ്മൊന്ന് ഇവിടെ ഒന്നങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. ഇത്രയാണ് ആവശ്യമുള്ളൂ, പഞ്ച് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബൾബിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഡിഫ്യൂസർ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഹോൾഡറിലൊന്ന് വെച്ച് നോക്കാം. ഓൺ ചെയ്ത് നോക്കാം. ബൾബ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡിഫ്യൂസർ കണക്ട് ചെയ്യാം. ഡിഫ്യൂസർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു എഡ്ജ് നിൽക്കുന്നതാണ്, കണ്ടോ, ഒരു എഡ്ജ് ഉണ്ടാവും. അതേമാതിരി ഇതിൻ്റെ ഇവിടെ ചെറിയൊരു കട്ടിങ്ങും ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ
നമ്മുടെ ബൾബിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഒന്ന് നമ്മുടെ ബൾബ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കാതെയാണ് ഇപ്പോൾ ഈ ബൾബ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് 9 വാട്ടിൻ്റെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന LED ബൾബ് ഉണ്ടാക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ പഞ്ചിങ് മെഷീനോ അല്ലെങ്കിൽ പ്രസ്സിങ് മെഷീനോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ജസ്റ്റ് ഒരു ഗം ഇട്ടു. പ്രസ്സിങ് മെഷീന് പകരം നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട്, ഇതൊരു സ്റ്റീലിൽ ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വെച്ച് പ്രസ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് സാധാരണ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കൊരു കുടിൽ വ്യവസായം പോലെ ഇത് നമുക്ക് ചെയ്യാനും കഴിയുന്നതാണ്. ഇനി ഇതിൻ്റെ മെറ്റീരിയൽസ് എവിടെയാണ് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ സ്പെയർ പാർട്സ് കടയിലൊക്കെ ഇതിൻ്റെ മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ 2 ടൈപ്പ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. DOB ടൈപ്പും ഉണ്ട്, ഡ്രൈവർ ബോർഡ് ടൈപ്പും ഉണ്ട്. DOB ടൈപ്പ് ബോർഡും പിന്നെ ബാക്കിയുള്ള അതിൻ്റെ ബോഡി, ഡിഫ്യൂസർ, ക്യാപ്പ് ഒക്കെപ്പാടെ ഏകദേശം ഒരു 20-25 രൂപയാണ് ഇതിന് വില വരുന്നുള്ളൂ. പക്ഷേ അത്തരം ബൾബുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് കാലം ഉപയോഗിക്കുമ്പോൾ ലൈറ്റ് ഇങ്ങനെ ഫ്ലിക്കറിങ് ആയിട്ട് വരും. അതേപോലെ തന്നെ ലൈറ്റ് കുറവ്, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഡ്രൈവർ ബോർഡ് വെച്ചിട്ടുള്ള ഈ ബൾബിൻ്റെ മെറ്റീരിയൽസിന് ഏകദേശം 50 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഡ്രൈവർ ബോർഡിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് വരിക. അത് 30 രൂപ മുതൽ പല റേറ്റിന് വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈവർ ബോർഡും അതേമാതിരി ഇതിൻ്റെ ബോഡി നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ബോഡി നല്ല ടൈപ്പ് ബോഡിയാണ്. അപ്പോൾ ഇത്തരം ഫുൾ കിറ്റിന് ഇത്തരം ബൾബിൻ്റെ എല്ലാ മെറ്റീരിയൽസ്, അതായത് അതിൻ്റെ ഈ പാക്കിംഗ് ബോക്സ് അടക്കമുള്ള ഈ ഫുൾ കിറ്റിന് ഏകദേശം 50 രൂപയോളം വരുന്നുണ്ട്. ഇനി ഈ മെറ്റീരിയൽസ് നമുക്ക് ബൾക്കായിട്ടൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അടുത്തുള്ള കടയിലൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഡൽഹിയിൽ നിന്നൊക്കെ നമുക്ക് വരുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ അവർക്ക് പേയ്മെൻറ്റ് എത്ര പീസാണ് വേണ്ടതെങ്കിൽ, ഇപ്പോൾ മിനിമം ഒരു 100 പീസോ അല്ലെങ്കിൽ 50 പീസോ നമ്മൾ ഓർഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 100 പീസൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ പേയ്മെൻറ്റ് അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അവരത് കൊറിയറായിട്ട് അയച്ചു തരും. അപ്പോൾ കൊറിയർ ചാർജ് കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നാലും നമുക്ക് കൊറിയർ ചാർജൊക്കെ അടക്കം ഒരു 50 രൂപ ഉള്ളിലേക്കാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ മെറ്റീരിയൽസിന് വരുള്ളൂ. ഇപ്പോൾ ക്വാളിറ്റി കുറവുള്ളതാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി 20 രൂപ അല്ലെങ്കിൽ 30 രൂപ 40 രൂപ റേഞ്ചിലൊക്കെ കിട്ടാനുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു കുടിൽ വ്യവസായമായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ കുടുംബശ്രീകൾക്കും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണിത്, ഇങ്ങനത്തെ ബൾബുകൾ ഉണ്ടാക്കിയിട്ട്. ഇനി വേറെ കാര്യം കൂടിയുണ്ട്, ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ബ്രാൻഡ് നെയിം വേണമെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്ത് തരും. അതേമാതിരി പാക്കിംഗ് ബോക്സിലും നമ്മുടെ നെയിം വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്ത് തരും. അപ്പം നമ്മൾ ഒരു 1000 പീസൊക്കെ ബൾക്കായിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ 1000 പീസൊക്കെ നമ്മൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അവർ ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് ഇവിടെ പ്രിൻറ്റിങ്ങും അതേമാതിരി ഈ ബോക്സിൻ്റെ മുകളിൽ നമ്മൾ ഏത് ബ്രാൻഡാണെന്ന് വെച്ചാൽ ആ പേര് വെച്ചിട്ടുള്ള ഒക്കെ പ്രിൻറ്റ് ചെയ്ത് തരും. അപ്പോൾ അതിനുള്ള സൗകര്യം കൂടിയുണ്ട്. അത് ഞാനല്ല ചെയ്യുന്നത്, ഈ ഡൽഹിയിൽ നിന്ന് നമ്മൾ ഈ സാധനം വരുത്തുമ്പോൾ അവരോട് പറഞ്ഞ് അവരിങ്ങനെ പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് സാധനം കൊറിയറിൽ അയച്ചു തരും. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്ക് ഒന്നില്ലെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഞാൻ ഡൽഹിയിലേക്കുള്ള നമ്പർ തരാം. നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് അവരെ നിന്നും കമ്പോണൻസ് വാങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ LED ബൾബ്, ഇങ്ങനത്തെ LED ബൾബ് കേട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും അതിൻ്റെ ഡ്രൈവർ ബോർഡിനാണ് കംപ്ലയിൻറ്റ് വരിക. അപ്പോൾ ആ ഡ്രൈവർ ബോർഡിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യുക, ആ ഡ്രൈവർ ബോർഡും ആ LED പാനലും മാറ്റിയിട്ട് അതിന് പകരം ഒരു 10 രൂപയുടെ DOB ടൈപ്പ് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നേരെയാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ DOB വയ്ക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അതിൽ ഫ്ലിക്കറിങ് വരും, ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുക, പിന്നെ ലൈറ്റ് കുറവ്, ഇങ്ങനത്തെ പ്രശ്നമൊക്കെ വരാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.